മറ്റ് ഗണങ്ങളുമായിട്ടിത് ഇത് ആലോചന വെച്ചു. അങ്ങനെ 3 വൃന്ദന്മാർ തലവന്മാർ അവൻ്റെ കൂടെ കൂടി. ഞങ്ങൾക്ക് ചില അധികാരങ്ങൾ കിട്ടിയാൽ മതി, അങ്ങനെയാണല്ലോ ചരിത്രം. ഞങ്ങൾക്ക് അധികാരം കിട്ടിയാൽ മതി. അങ്ങനെ 3 വൃന്ദം അവിടെ കൂടെ കൂടി. അങ്ങനെ ഇവർ സിംഹാസനം നിർമ്മിക്കാനുള്ള പദ്ധതി പ്ലാൻ ചെയ്യുമ്പോൾ സ്വർഗീയ പിതാവ് അനന്തജ്ഞാനം ആയതുകൊണ്ട് ഇതറിഞ്ഞു. അതുകൊണ്ട് സ്വർഗത്തിൽ ഇങ്ങനെ ഒരു തിന്മ ഉണ്ടായി, സ്വർഗത്തിൻ്റെ പരിശുദ്ധി നഷ്ടപ്പെടരുതെന്ന് പിതാവ് നിശ്ചയിച്ചു. അതുകൊണ്ട് ദൈവം ഒരു പുതിയ പദ്ധതി ഇട്ടു. നമ്മൾ ഗോഡ് ആക്ട്സ്, സേറ്റൻ റിയാക്ട്സ്, ഗോഡ് റിയാക്ട്സ്, അല്ല കൗണ്ടർ ആക്ട്സ്. അപ്പോൾ ദൈവം അടുത്ത് പറ്റിയിട്ടു. അങ്ങനെ ഇനി സ്വർഗം സൗജന്യമായി കൊടുത്തുകൊണ്ടാണല്ലോ ഈ പ്രശ്നം ഉണ്ടായത്. സ്വർഗം ഇനി നേടിയെടുക്കേണ്ടതാണ്. അതുകൊണ്ട് സ്വർഗം നേടിയെടുക്കേണ്ടതിന് ഒരു സമൂഹത്തെ ദൈവം ഭാവന കണ്ടു. അങ്ങനെയാണ് മനുഷ്യ സൃഷ്ടി. ഇനി മനുഷ്യ സൃഷ്ടിച്ചപ്പോൾ ദൈവമായി കർത്താവ് പറഞ്ഞു, മാലാഖമാരെ പോലെ അവൻ അഹങ്കരിക്കാൻ പാടില്ല. അതുകൊണ്ട് അവനെ മണ്ണുകൊണ്ട് മെനയാൻ ആഗ്രഹിച്ചു. അവന് മാലാഖമാരൊക്കെ ശ്രേഷ്ഠരായിരിക്കണം. കാരണം അവൻ നാളെ അഹങ്കരിക്കാതെ അവനേക്കാൾ ഉന്നത ശ്രേഷ്ഠ ഉണ്ടാകുമ്പോൾ അവനൊന്നും അല്ലാതെ ആകണം. അതുകൊണ്ട് മനുഷ്യനെ ദൈവത്തിന് ജീവശ്വാസം നൽകി ദൈവമക്കളുടെ പദവിയിലേക്ക് ആക്കാൻ തീരുമാനിച്ചു. അങ്ങനെ മണ്ണിൽ നിന്നെടുത്ത മനുഷ്യനെ ദൈവത്തിന് ജീവൻ കൊടുത്ത് ദൈവ പൈതലാക്കി മാറ്റി. അങ്ങനെ ദൈവം അവൻ മനുഷ്യനെ സൃഷ്ടിക്കുക. അപ്പോൾ മനുഷ്യന് വേണ്ടിയിട്ട് ദൈവം ജ്ഞാനത്തിൽ നോക്കിയപ്പോഴാണ് ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിക്കുന്നത്. മറ്റ് ജീവജാലങ്ങൾ അവന് ശുശ്രൂഷിക്കാനുള്ളവരും, അവന് കാലം വേണം, ഉറങ്ങണം, അവന് ശ്വസിക്കണം, അങ്ങനെയെല്ലാം നോക്കിയിട്ട് ദൈവമാണ് കർത്താവ് ഓരോന്നും സംവിധാനം ചെയ്തു. അവനൊരു വലിയ മഹാപദ്ധതി ദൈവത്തിൻ്റെ മനസ്സിലുണ്ടായി. അതാണ് ദൈവത്തിൻ്റെ ജ്ഞാനം എന്ന് പറയുന്നത്. ലോക സൃഷ്ടി മുഴുവനും തൻ്റെ ജ്ഞാനത്തിൽ ഒതുക്കിയതിനാണ് ദൈവീയ ജ്ഞാനം എന്ന് പറയുന്നത്. അതാണ് ജ്ഞാനമെന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? അങ്ങനെ ദൈവത്തിന് ജ്ഞാനത്തിലെല്ലാം ഒരുക്കി. സൃഷ്ടിയൊന്നും വന്നിട്ടില്ല. എന്നിട്ട് ദൈവം ഇതെല്ലാം ഇപ്പോൾ 2 പേരും ഉണർന്നിരിപ്പുണ്ട്. പിതാവ് ഉണർന്നിരിക്കുന്നു, പരിശുദ്ധാത്മാവ് ഉണർന്ന്. ഒരാൾ കിടന്ന് ഉറക്കാം. ആരാ? പുത്രൻ. അവനെയാണ് ഉണർത്താൻ. അവന് ഒരു പണി കൊടുക്കണ്ടേ? അപ്പോൾ സൃഷ്ടി മുഴുവൻ ദൈവജ്ഞാനത്തിൽ ആയിരിക്കുന്നത് യാഥാർത്ഥ്യത്തിൽ കൊണ്ടുവരേണ്ടത് പുത്രനായിട്ട് ദൈവം വെച്ചു. അങ്ങനെ പിതാവ് പുത്രനെ ഉണർത്തി. അതാണ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വചനം. പറഞ്ഞോ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ഉണ്ടോ? അപ്പോൾ ദൈവം സൃഷ്ടിച്ചു എന്ന് പറയുന്നുണ്ട്, പക്ഷെ ശൂന്യ ഒന്നുമില്ല. അപ്പോൾ എവിടെയാണ് സൃഷ്ടി നടന്നത്? അവൻ്റെ അനന്തജ്ഞാനത്തിൽ. ആഴത്തിന് മുകളിൽ അവിടെ ഒരു ആഴമുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ആഴമുണ്ട്. എവിടെ നന്മയുണ്ടോ അപ്പുറത്ത് തിന്മയുണ്ട്. എവിടെ പ്രകാശമുണ്ടോ അപ്പുറത്ത്. ഇപ്പം ഇവിടെ ഈ ട്യൂബ് എല്ലാം കൂടെ കേട്ടാൽ ഇവിടെ ഇരുള. പകല് സൂര്യന് ഉള്ളതുകൊണ്ടാണ് ഇരുളില്ലാതെ പ്രകാശം ഉണ്ടാകുന്നത്. സൂര്യന് ലക്ഷോപലക്ഷം ടൺ ടൺ ഇന്ധനം കത്തിയാണ് ഈ ചൂട് വളർത്തുന്നത്. നമുക്കറിയാമല്ലോ, സയൻസ് അറിയാമല്ലോ. ലക്ഷോപലക്ഷം ടൺ ഒരു സമയത്ത് കത്തിയിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ലോകത്തെ പ്രകാശം വരുന്നത്. ആ സൂര്യനെ ഭൂമി മറച്ച് കളയുമ്പോഴാണ് ഇവിടെ ഇരുളുണ്ടാകുന്നത്. അപ്പോൾ ഈ സൂര്യൻ അങ്ങോട്ട് ഇല്ലാതെ ആയാലോ ലോകം അന്ധകാരം. അപ്പോൾ ഈ ലോകത്തിൽ വാസ്തവത്തിൽ അന്ധകാരമുണ്ട്. പ്രകാശമുള്ളപ്പോൾ അന്ധകാരമില്ല, പ്രകാശമില്ലാത്തപ്പോൾ അന്ധകാരം. അപ്പോൾ ദൈവം പ്രകാശമായ ദൈവം ഉള്ളപ്പോൾ തന്നെ ആരുണ്ട്? അപ്പുറത്ത് ആരുണ്ട്? അന്ധകാരവും അന്ധകാര ശക്തികളും ഉണ്ടാകും. ഈ അന്ധകാര ശക്തിയാണ് ലൂസിഫർ കയറി പ്രവർത്തിച്ചത്. ആ പ്രവർത്തിച്ച ശക്തിയുടെ പേരാണ് അസസേൽ. പുരാതന സർപ്പവും അസസേൽ എന്ന് പറയുന്ന ശക്തി. പ്രൈസ് ദി ലോർഡ്. അതിനെ കിടക്കാനാണ് ഈശോയെ കിടക്കാൻ നോക്കിയവന്, പക്ഷേ സാധിച്ചില്ല എന്ന് യോഹന്നാൻ സുവിശേഷം പറയുന്നതാണ് 6-ാമത്തെ അധ്യായത്തിൽ. അപ്പോൾ ഇത് വായിച്ചിട്ട് നമുക്ക് യോഹന്നാൻ നോക്കാം.
ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ദൈവത്തിൻ്റെ ചൈതന്യം, പരിശുദ്ധാത്മാവ്. നമുക്കറിയാം എസ്കേൽ പ്രവാചകൻ്റെ 11:36 ദൈവ ചൈതന്യത്തെ പറയുന്നത് പരിശുദ്ധാത്മാവ്. അപ്പോൾ പരിശുദ്ധാത്മാവ് ജലത്തിൻ്റെ മീതെ ചലിക്കുമെന്ന് വെച്ചാൽ അന്തരാഷ്ട്രത്തേക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. ഇനി ദൈവം അരുളി ചെയ്തു വെളിച്ചം. ആരാണ് ഈ വെളിച്ചം? സൂര്യന് സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല, ചന്ദ്രൻ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. പിന്നെ ഈ വെളിച്ചം ആരാണ്? യോഹന്നാൻ 8:14 ഞാൻ ലോകത്തിൻ്റെ പ്രകാശം. അപ്പോൾ ആ പുത്രനോട് ആക്റ്റീവാകാൻ പറഞ്ഞതാണ് ഈ വാക്കാൻ അർത്ഥം. പ്രകാശം ഉണ്ടാകട്ടെ, പുത്ര നീ ആക്റ്റീവാകുക. അങ്ങനെ പ്രകാശം ഉണ്ടായി. അവനാണ് ഇതാണ് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വചനം. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടെയായിരുന്നു, ആ വചനം ദൈവമായിരുന്നു, അവൻ ദൈവത്തിലൂടെയായിരുന്നു, അവൻ വഴി എല്ലാം സൃഷ്ടിക്കപ്പെട്ടു, അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല, അവന് ജീവനുണ്ടായിരുന്നു, ആ ജീവൻ ലോകത്തിന് വെളിച്ചമായിരുന്നു, അത് ഇരുളിൽ പ്രകാശിക്കുന്നു, അതിന് കിടക്കാൻ അന്ധകാരത്തിന് കഴിഞ്ഞില്ല. ലൂസിഫറിന് കിടക്കാൻ കഴിഞ്ഞു, പക്ഷേ പുത്രന് കിടക്കാൻ അവന് കഴിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ദൈവം സൃഷ്ടിച്ചു, ലോകം മുഴുവനും പുത്രനിലൂടെ സൃഷ്ടിച്ചു. മനുഷ്യനെ മെനഞ്ഞെടുത്തു. മനുഷ്യൻ മെനഞ്ഞെടുത്ത് അവനെ ഉന്നതമായ ദൈവിക തലത്തിലേക്ക് അവൻ ഉയർത്തി. ഇത് കഴിഞ്ഞിട്ട് ദൈവം പിശാചിനെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് സ്വർഗത്തിൽ അവനെ മാലാഖമാരെല്ലാം വിളിച്ചു വരുത്തി അവന് മുമ്പിൽ നിർത്തി. അതിന് മുഖ്യദൂതനെ ആലോചിച്ചത് സംശയമുണ്ട്. എല്ലാവരും മാലാഖ കൊണ്ടുവന്ന് കൊടാനുകൂടി മാലാഖമാരെ മുഖ്യനായിരിക്കും കൊണ്ടുവന്ന്. അപ്പോൾ അവരോട് പറഞ്ഞു, ഇതാ ഞാൻ സൃഷ്ടിച്ച എൻ്റെ ശ്രേഷ്ഠ സൃഷ്ടി, എൻ്റെ ജീവൻ നൽകിയവൻ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇവനെ ആദരിക്കണം, ഇവനെ നിങ്ങൾ ആദരിക്കണം. അപ്പോൾ ലൂസിഫർ പറഞ്ഞു, ഞങ്ങൾ ഈ മണ്ണ് മനുഷ്യനെ ഒരിക്കലും ആദരിക്കില്ല. ദൈവം പറഞ്ഞു, ഇവൻ മണ്ണ് മനുഷ്യനെ, ഞാൻ മണ്ണിൽ നിന്ന് മെനഞ്ഞെടുത്തതാണ്, ശരിയാണ്, ഞാൻ തന്നെ മെനഞ്ഞെടുത്തതാണ്, പക്ഷേ എൻ്റെ ജീവശ്വാസമാണ് ഞാൻ ഇവൻ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഇവൻ എൻ്റെ പുത്രനാണ്, എൻ്റെ ജീവശ്വാസമെന്നും എന്നെ ജനിച്ചവൻ എൻ്റെ പുത്രനാണ്. നിങ്ങൾ വെറും സൃഷ്ടികളാണ്, നിങ്ങൾ ഞാൻ പ്രകാശത്തിന് സൃഷ്ടിച്ച സൃഷ്ടികളാണ്. അതുകൊണ്ട് സൃഷ്ടികൾ മക്കളെക്കാൾ താഴെയാണ്, അതുകൊണ്ട് നിങ്ങൾ അവനെ ആദരിക്കണം. ലൂസിഫർ പറഞ്ഞു, ഞാൻ ആദരിക്കില്ല. അപ്പോൾ ഒരു ദൂതൻ വന്ന്, നീ ദൈവത്തോട്, ഞാൻ പറഞ്ഞത് ആദ്യ ക്ലാസ്സിൽ പറഞ്ഞതല്ലേ, ദൂതൻ പറഞ്ഞു അവനാണ് മിഖായേൽ, പിന്നെ ഗബ്രിയേൽ. അപ്പോൾ ദൈവം മൂന്നാമത് പറഞ്ഞു, അങ്ങനെയെങ്കിൽ നിന്നെ ഭൂമിയിലേക്ക് ഞാൻ വലിച്ചെറിഞ്ഞാൽ അവൻ പറഞ്ഞു, നീ വലിച്ചെറിഞ്ഞാൽ അവൻ്റെ മുമ്പിലും പിറകിലും ഇടതും വലുതും ഞാൻ പ്രവർത്തിക്കും, അങ്ങനെ ഞാൻ നിനക്ക് അവനെതിരാക്കും, എനിക്ക് അനുകൂലമാക്കും. ഈ വെല്ലുവിളി അവൻ നടത്തി. ഏതായാലും ആ വെല്ലുവിളി നടത്തുമ്പോഴാണ് റഫായേൽ വന്ന് ഈശോയെ ആശ്വസിപ്പിക്കുന്നത്. എന്നിട്ട് അവനെ ഭൂമിയിലേക്ക് വലിച്ചെറിഞ്ഞു. എത്ര വലിച്ചെറിഞ്ഞ്? 3-1. 3-1 എന്ന് പറയുന്നത് അരിത്തമെറ്റിക് കണക്കല്ല. 3 ഗണങ്ങൾ പ്ലസ് ഇത് മുഖ്യൻ. ഒരു മുഖ്യനെയും 3 ഗണത്തെയും എന്നാണ് എൻ്റെ വാക്കിൻ്റെ അർത്ഥം. 3-1 പറഞ്ഞാൽ 3 നമ്മൾ അരിത്തമെറ്റിക് കണക്കല്ല, ഒരു മുഖ്യനെയും 3 ഗണത്തെയും എന്നാണ് അർത്ഥം. 3-1 വലിച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞു. ഇന്ന് ബാക്കി എത്രയുണ്ട്? 9 വൃന്ദം. അതാണ് നവവൃന്ദ മാലാഖമാർ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ വചനമാണ് മാംസം ധരിച്ച് ലോകത്തിലേക്ക് വന്ന ക്രിസ്തു. ഈ ജ്ഞാനമാണ് മാംസം ധരിച്ച് ലോകത്തിലേക്ക് വന്ന മറിയം. അതാണ് നമ്മൾ കാണാൻ പോകുന്ന വചനം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മറിയത്തെ ജ്ഞാനമായി സഭ അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. ജ്ഞാനം മറിയമാണ്. CCC 721. അത് എഴുതിയെടുത്തോണം, ആരെയും ചോദിച്ചാൽ പറയാമല്ലോ. CCC 721 കാത്തലിക് എന്താണ്? CCയുടെ അർത്ഥം കത്തോലിക്ക സഭയുടെ പ്രബോധനം. സർവപരിശുദ്ധിയും നിത്യകന്യകയും ദൈവത്തിന്റെ അമ്മയുമായ മറിയം സമയത്തിന്റെ തികവിൽ പുത്രനും
പരിശുദ്ധാത്മാവും നിർവഹിക്കുന്ന ദൗത്യത്തിന്റെ ഏറ്റവും ഉത്കൃഷ്ട ഫലമാണ് രക്ഷാപദ്ധതിയിൽ ആദ്യമായി മനുഷ്യരിടയിൽ തന്റെ പുത്രനും തന്റെ പരിശുദ്ധാത്മാവിനും താമസിക്കുവാനുള്ള ഒരു വാസസ്ഥലം പിതാവ് കണ്ടെത്തി. അവിടുത്തെ ആത്മാവ് അവളെ സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നു. ഈ അർത്ഥത്തിൽ സഭയുടെ പാരമ്പര്യം മിക്കപ്പോഴും ജ്ഞാനത്തെ പറ്റിയുള്ള ഏറ്റവും മനോഹരമായ ഗ്രന്ഥഭാഗങ്ങളെ മറിയുമായി ബന്ധപ്പെടുത്തി മനസ്സിലാക്കി ആരാധനാക്രമത്തിൽ മറിയം ജ്ഞാനത്തിന്റെ ഇരിപ്പിടമായി സ്തുതിക്കപ്പെടുകയും ചിത്രീകരിക്കപ്പെടുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതാണ് മറിയം എന്ന് പറയുന്നത്. ഇത് സഭയുടെ ഔദ്യോഗിക പഠനമാണ്. CCC 1854 മറിയം അമലോത്ഭവയായി പ്രഖ്യാപിച്ചപ്പോൾ അവിടുന്ന് മാർപ്പാപ്പ നിർദ്ദേശിച്ച വായിക്കാൻ നിർദ്ദേശ ഭാഗം സുഭാഷിത പുസ്തകം 8-ാം അധ്യായം 23 മുതൽ 30 വചനമാണ്. അവിടെ നമ്മൾ ഈ ജ്ഞാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. യുഗങ്ങൾക്ക് മുമ്പ്, ഭൂമിയുടെ ആവിർഭാവത്തിന് മുമ്പ് ഒന്നാമതായി ഞാൻ സ്ഥാപിക്കപ്പെട്ടു. സമുദ്രങ്ങൾക്കും ജലസമൃദ്ധമായ അരുവികൾക്കും മുമ്പ് തന്നെ എനിക്ക് ജന്മം കിട്ടി. പർവ്വതങ്ങൾക്കും കുന്നുകൾക്കും രൂപം കിട്ടുന്നതിന് മുമ്പ് ഞാനുണ്ടായി. ഭൂമിയോ അതിലെ വയലുകളോ ആദ്യത്തെ പൂഴിതരിയോ നിർമ്മിക്കുന്നതിന് മുൻപ് എനിക്ക് ജന്മം നൽകപ്പെട്ടു. അവിടുന്ന് ആകാശങ്ങൾ സ്ഥാപിച്ചപ്പോഴും സമുദ്രത്തിന് മീതെ ചക്രവാളം നിർമ്മിച്ചപ്പോഴും ഉയരത്തിൽ മേഘങ്ങളെ ഉറപ്പിച്ചപ്പോഴും സമുദ്രത്തിന് ഉറവകളെ സ്ഥാപിച്ചപ്പോഴും ജലം തന്റെ കൽപ്പന ലംഘിക്കാതിരിക്കാൻ വേണ്ടി സമുദ്രത്തിന് അതിരിട്ടപ്പോഴും ഭൂമിയുടെ അടിത്തറ ഉറപ്പിച്ചപ്പോഴും വിദഗ്ധനായ ഒരു പണിക്കാരനെ പോലെ ഞാൻ അവിടുത്തെ അരികിലുണ്ടായിരുന്നു. അനുദിനം ആഹ്ലാദിച്ചുകൊണ്ടും അവിടുത്തെ മുമ്പിൽ സദാ സന്തോഷിച്ചുകൊണ്ടും ഞാൻ കഴിഞ്ഞു. ഇതാണ് എന്താ പറയുക, ഇവിടെ ഞാൻ വിവരിക്കാൻ സമയമില്ല, ഓടിപ്പോയതേ പറ്റുള്ളൂ. പ്രഭാഷകൻ 24:9 കാലം ആരംഭിക്കും മുമ്പ് അവിടെ തന്നെ സൃഷ്ടിച്ചു, ഞാൻ അനന്തമായി നിലനിൽക്കുന്നു. ഉണ്ടോ? അപ്പോൾ കാലമൊക്കെ അത് കാലം ആരംഭിക്കുമ്പോൾ കാലം എന്താന്ന് പറയുന്നത് ടൈം എപ്പോഴും ഉണ്ടായത് ഒരു വസ്തു ഉണ്ടായപ്പോൾ. ഭൂമി സൃഷ്ടിച്ചപ്പോഴേ ടൈം ഉണ്ടാവുകയുള്ളൂ. ഒരു വസ്തു കേന്ദ്രീകൃതമായിട്ടാണ് ഒരു ടൈം നിൽക്കുന്നത്. അപ്പോൾ ഈ ഭൂമി സൃഷ്ടിച്ചപ്പോഴേ സമയമുള്ളൂ, അതിന് മുമ്പ് സമയമില്ല. അപ്പോൾ അതിനു മുമ്പ് ആരുണ്ട്? ഞാനുണ്ട്. പ്രഭാഷകൻ 1:4 ജ്ഞാനമാണ് എല്ലാത്തിനും മുമ്പ് സൃഷ്ടിക്കപ്പെട്ടത്. ഞാൻ 1:9 പ്രഭാഷകൻ 1:9 ജ്ഞാനത്തെ സൃഷ്ടിച്ചത് അവിടെ നമ്മളെ കാണുകയും തിട്ടപ്പെടുത്തുകയും ചെയ്തു. തന്റെ സൃഷ്ടികളിലെല്ലാം അവിടുന്ന് അവളെ പകർന്നു പകർന്നു വരുത്തു. ഞാൻ തിരിച്ചു പിന്നെ വരും. ബാറുക്കിന്റെ പുസ്തകം 3:36 അവിടുന്ന് അറിവിലേക്കുള്ള എല്ലാ വഴികളും കണ്ടെത്തി അവളെ തന്റെ ദാസനായ യാക്കോബിന് താൻ സ്നേഹിച്ച ഇസ്രായേലിനെ കൊടുത്തു. അവിടെ തന്റെ ദാസനായ യാക്കോബിന്, ജ്ഞാനമാകുന്ന മറിയത്തെ ദാസനായ യാക്കോബിന് താൻ സ്നേഹിച്ച ഇസ്രായേലിന് കൊടുത്തു. പ്രഭാഷകൻ 24:8 വായിച്ചേ. അപ്പോൾ സകലത്തിന്റെയും സ്രഷ്ടാവ് എനിക്ക് കൽപ്പന നൽകി, എന്റെ സ്രഷ്ടാവ് എനിക്ക് കൂടാരത്തിന് സ്ഥലം നിശ്ചയിച്ചു തന്നു. അവിടുന്ന് പറഞ്ഞു, യാക്കോബിൽ വാസമുറപ്പിക്കുക, ഇസ്രായേലിന്റെ അവകാശം സ്വീകരിക്കുക. കണ്ടോ? അപ്പോൾ ദൈവസമയത്തിൻ്റെ പൂർണ്ണതയിൽ അവളെ ഈ ലോകത്തിലേക്ക് ഒരുക്കി തരികയാണ്. അതാണ് മാതാവിൻ്റെ മാതാക്കന്മാർ യുവാക്കിം അന്ന ദമ്പതികൾ. അവർ ദാവീദ് യാക്കോബ് ഗോത്രത്തിൽ പിറന്നവരാണ്. യാക്കോബിൻ്റെ ആ ഗോത്രത്തിൽ പിറന്നവരാണ്. അതുകൊണ്ടാണ് അവിടെ ഞാൻ അവർക്ക് ദൂരിക്കുകയെന്ന് പറയുന്നതാണ്. അപ്പോൾ അത് അവർക്ക് വേണ്ടി വാസ്തവിക്കുന്നത് അവിടെയാണ്. എന്തുകൊണ്ടാണ് യാക്കോബ് ഗോത്രത്തെ തിരഞ്ഞെടുത്തതെന്ന് വചനം പറയുന്നുണ്ട്. സംഖ്യ 23:20 യാക്കോബിൽ അവിടുന്ന് തിന്മ കണ്ടില്ല, ഇസ്രായേലിൽ ദുഷ്ടത ദർശിതമില്ല. അവരുടെ ദൈവമായ കർത്താവ് അവനോട് കൂടെയുണ്ട്.
രാജാവിന്റെ അട്ടഹാസം അവരുടെ മുഴങ്ങുന്നു. അപ്പോൾ യാക്കോബിൽ തിന്മ കണ്ടില്ല, യോവാക്യീം അന്ന ദമ്പതികളും അതുപോലെ തന്നെയായിരുന്നു. അവരെ യാക്കോബിൻ്റെ തിന്മ കണ്ടില്ല. പിന്നെയോ യാക്കോബിൽ തിന്മ കണ്ടില്ല, ഇസ്രായേലിൽ ദുഷ്ടനല്ലായിരുന്നു അവരെ. അവിടെ ദൈവമായ കർത്താവ് അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അവർ ദേവാലയത്തിന് കഥയിലേക്ക് വരുമ്പോൾ നമ്മൾ പിന്നീട് കണ്ടെത്തും അത്. അപ്പോൾ അതുകൊണ്ട് ആ വിധത്തിലാണ് യാക്കോബ് മറിയത്തെ കണ്ടെത്തുവാനിടയായത്. പ്രഭാഷണം 24:12 ഒരു ബഹുമാന്യ ജനതയുടെ ഇടയിൽ അവരുടെ അവകാശമായ കർത്താവിന്റെ ഓഹരിയിൽ ഞാൻ വേരുറച്ചു. അവിടെ ഒരു മാന്യമായ ഇടയിൽ ഞാൻ വിളിച്ചു. പ്രഭാഷണം 3:1-15 മനുഷ്യരുടെ ഇടയിൽ അവൾ നിത്യവാസം ഉറപ്പിച്ചു, അവരുടെ സന്തതികളോട് അവൾ വിശ്വസ്തത പുലർത്തും. അതെ, ബാലൂക്ക് പ്രഭാഷകൻ അവളെ കുറിച്ച് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ദൈവകൽപ്പനയുടെ പുസ്തകവും ശാശ്വതമായ നിയമവും അവളാണ്. അവളോട് ചേർന്ന് നിൽക്കുന്നവൻ ജീവിക്കും, അവളെ ഉപേക്ഷിക്കുന്നവൻ മരിക്കും. മറിയത്തോട് ചേർന്ന് നിന്നവൻ ജീവിക്കും, മറിയത്തെ ഉപേക്ഷിച്ചവർ നശിക്കും. 17-ാം നൂറ്റാണ്ടിൻ്റെ നാളിലാണ് പെന്തക്കോസ്ത സമൂഹം ഉണ്ടാകുന്നത്, അല്ലേ? പെന്തക്കോസ്ത സമൂഹം ഉണ്ടാകുന്നത് ഹെൻറി 8-ാമൻ്റെ കാലത്ത്. ഹെൻറി രാജാവിന് അന്ന് മാർപ്പാപ്പയായിരുന്നു, എല്ലാത്തിൻ്റെയും ആത്മീയ നായകനായിരുന്നത്. രാജാവ് അതിൻ്റെ കീഴിൽ നിന്നുണ്ടായിരുന്നു. പക്ഷേ രാജാവിന് അധികാരമുണ്ട്, ഇന്ത്യൻ പ്രസിഡൻറ്റും ഇന്ത്യൻ പ്രധാനമന്ത്രിയും പോലെയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇറാനിൽ ഇപ്പോൾ ഒരു മത നേതാവാണല്ലോ അത് നയിക്കുന്നത്. അതുവഴിയാണ് സഭയിലെ അവസ്ഥയും. ഇറാനിൽ മതനേതാവില്ല അവിടെ ഭാഗത്തിൽ. അപ്പോൾ ഇതുപോലെയായിരുന്നു സഭയിലെ അവസ്ഥയും. പക്ഷേ ഹെൻറി 8-ാമന് ഒരു ഭാര്യ നിലവിലേക്ക് മറ്റൊരു വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹം. അപ്പം സഭ അത് അംഗീകരിച്ചില്ല, മാർപ്പാപ്പ അത് അംഗീകരിച്ചില്ല. അങ്ങനെയാണ് ഈ അധികാരം അവൻ കയറിപ്പിടിച്ച് സഭയുടെ അധികാരം എടുത്തു കളഞ്ഞത്. അപ്പോൾ ഈ ബസിലിക്ക, സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക പണിതപ്പോൾ അന്ന് അതിനെ എതിർത്തിരുന്നൊരു വ്യക്തിയാണ് ആര്? പറ, പേര് മറവി തുടങ്ങിയിട്ടുണ്ട്. മാർട്ടിൻ ലൂതർ. അപ്പോൾ മാർട്ടിൻ ലൂതറാണ് എതിർത്തിരുന്നത്. അപ്പോൾ അവൻ അതിനോട് അങ്ങനെ സഭയോടൊരു ചെറിയൊരു അകർച്ച ഉണ്ടാകും. സെമിനാരിൽ പഠിച്ചവനാണ്, പഠിച്ചവർക്ക് വലിയ ആളാണ്, വത്തിക്കാനിൽ കൂടി സെക്കൻഡ് കൂടിയിട്ടുള്ള ആളാണ്. പക്ഷേ അവന് ഈ ഇതിനോട് ചേരുന്നില്ല. ഇത് പാവപ്പെട്ടവന് പങ്കുവയ്ക്കണം, അവന് പണിയുടെ ആവശ്യമില്ലാന്ന് ചിന്താധിക്കാരനായിരുന്നു അവന്. അപ്പോൾ അവന് ഈ കൂടെ കൂടി, രാജാവിൻ്റെ കൂടെ, അങ്ങനെ അവന് കൂടെ കൂടി അവനാണ് പ്രോട്ടസ്റ്റൻ്റ് സഭ സ്ഥാപിക്കുന്നത്. മാർട്ടിൻ ലൂതർ സഭയെ സ്ഥാപിച്ച് അവനൊരു പ്രത്യേക സഭയുണ്ടാക്കി, ആംഗ്ലിക്കൻ സഭ അല്ലെങ്കിൽ പ്രോട്ടസ്റ്റൻ്റ് സഭ സ്ഥാപിച്ചു. പ്രോട്ടസ്റ്റൻ്റ് പിന്നെ തന്നെയാണ് ആംഗ്ലിക്കൻ സഭ. അപ്പോൾ അങ്ങനെ പ്രോട്ടസ്റ്റൻ്റ് സഭയുണ്ട്. പ്രോട്ടസ്റ്റൻ്റ് ആൾക്കിനകത്ത് പ്രൊട്ടസ്റ്റ് ചെയ്യുക, സഭയുടെ പഠനങ്ങളെ എതിർക്കുന്നവർ എന്നാണ് അർത്ഥം തന്നെ. മാർപ്പാപ്പയെ എതിർക്കുക എന്ത് കാര്യത്തിലും. അങ്ങനെ ഉണ്ടായി. പിന്നെ മാർട്ടിൻ ലൂതർ, പിന്നെ കാൽവിൻ, റിച്ചാർഡ് ബാംബൂരി, മുള്ളിങ്ങർ തുടങ്ങിയുള്ള ആൾക്കാരില്ല അതിൻ്റെ നേതാക്കന്മാർ. ഇവരാരും ഇന്നത്തെ പ്രബോധനം നടത്തുന്നവരല്ല. മാതാവിനെ വന്ദിക്കുന്നതിന് അവർ ഒരിക്കലും എതിർത്തിട്ടില്ല, വിശ്വകുർബാന ഒരിക്കലും തള്ളി പറഞ്ഞിട്ടില്ല, അതുപോലെ തിരുസ്വരൂപ വണങ്ങുന്നതിന് അവരായിരിക്കും തള്ളി പറഞ്ഞിട്ടില്ല. പിന്നീട് വന്നവരാണ് ഇതെല്ലാം എതിർത്തുകൊണ്ട് വന്നിട്ടുള്ളവർ. ഞാൻ എൻ്റെ പുസ്തകം വായിച്ചിട്ടുണ്ട്, നോട്ട് തന്നെയുണ്ട്. ഞാനത് പിന്നീട് ഈ എൻ്റെ പുസ്തകത്തിൽ എഴുതി നോട്ടുണ്ട്. അപ്പോൾ അവരാരും എതിർത്തില്ല. പിന്നീട് അന്ന് കാലഘട്ടത്തിലാണ് ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടായത്. ഇന്ന് ഈ കാലഘട്ടത്തിനുള്ളിൽ 4 നൂറ്റാണ്ട് ആയിട്ടുള്ളൂ. 4 നൂറ്റാണ്ടായപ്പോഴേക്കും 45,000 സഭകളായി മാറി. 45,000 സഭ എന്നുണ്ട്. അന്ന് മറിയത്തോട് ചേരാൻ നിൽക്കുന്നവർക്ക് നശിക്കും. മറിയത്തെ തല്ലി പറഞ്ഞിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല, അതാണ് പറഞ്ഞത്. അതുകൊണ്ട് പ്രഭാഷകൻ 24:19 എന്നെ അപേക്ഷിക്കുന്നവർ മറിയത്തിൻ്റെ മഹത്വത്തിൻ്റെ വിഭവങ്ങൾ, അവിടെ കൃപകൾ എന്നെ സമൃദ്ധിയോടെ ആസ്വദിക്കട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അവളെക്കുറിച്ച് പ്രഭാഷകൻ്റെ 24:18 പറയുന്ന ഒരു ഫുട് നോട്ട് നമ്മൾ വായിച്ചു നോക്കാം. അതിൻ്റെ ഫുട് നോട്ട്: ഉത്കൃഷ്ടമായ സ്നേഹത്തിൻ്റെയും ഭക്തിയുടെയും ജ്ഞാനത്തിൻ്റെയും വിശുദ്ധമായ പ്രത്യാശയുടെയും അമ്മയാണ് ഞാൻ. അവൾ ഉത്കൃഷ്ടമായ സ്നേഹത്തിൻ്റെയും ഭക്തിയുടെയും ജ്ഞാനത്തിൻ്റെയും വിശുദ്ധമായ പ്രത്യാശയുടെയും
അമ്മയാണ് ഞാൻ. ഞാൻ അനശ്വരനായതുകൊണ്ട് അവൻ എൻ്റെ പേര് നൽകിയ എല്ലാ മക്കൾക്കും ഞാൻ എന്നെ തന്നെ എൻ്റെ പേര് നൽകിയ എല്ലാ മക്കൾക്കും ഞാൻ അവനെ തന്നെ നൽകും. ഇത് പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതിലാണ്. പ്രിയമുള്ളവരെ, സഭാ പുസ്തകങ്ങളുടെ 7:27 വായിച്ചു നോക്കി. എന്റെ മനസ്സ് തുടർച്ചയായി അന്വേഷിച്ചിട്ടും കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒന്ന് ഇതാ ഞാൻ കണ്ടിരിക്കുന്നു. എൻ്റെ മനസ്സ് അന്വേഷിച്ച് കണ്ടെത്താത്ത ഒന്ന്, പണ്ട് അന്വേഷിച്ച് കണ്ടെത്തിയില്ല എന്ന് പറഞ്ഞില്ലേ, അത് ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. കണ്ടെത്താത്തയും കണ്ട് അത് 7:28 വായിച്ചു നോക്കി. അല്പാൽപമായി അറിഞ്ഞതിന്റെ ആകത്തുകയാണത്. എന്റെ മനസ്സ് അന്വേഷിച്ചിട്ടും കണ്ടെത്താൻ കഴിയാത്തതാണിത്. അതെ, 1000-ൽ ഞാൻ പുരുഷനായി കണ്ടു, എന്നാൽ ഒരുവളെയും സ്ത്രീയായി കണ്ടില്ല. 1000-ൽ ഒരു നല്ല പുരുഷനുണ്ട്, തികഞ്ഞ ഒരു പുരുഷനുണ്ട്. 1000-ൽ കാണാൻ. എന്നാൽ സ്ത്രീകളിൽ ആരെയും അങ്ങനെ കാണാൻ പറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഒരേ ഒരു പൂർണ്ണ നിറഞ്ഞ ഒരേ സ്ത്രീയെ ഉണ്ടായിട്ടുള്ളൂ, അവളാണ് മറിയം. സകല സമ്പൂർണ്ണതയുമുള്ള ഒരു സ്ത്രീയുണ്ട്, അവളാണ് സമ്പൂർണ്ണതയുള്ള മറിയം. ഉത്തമഗീതത്തിലെ 6:9 എന്നാൽ എൻ്റെ മാടപ്രാവ് എൻ്റെ പൂർണ്ണമതി ഒരുവൾ മാത്രമേ ഉള്ളൂ. എൻ്റെ മാടപ്രാവിന് നിഷ്കളങ്കതയുള്ള പരിശുദ്ധമുള്ള ഒരു സുഹൃത്തുമാണ്. എൻ്റെ പൂർണ്ണമതിയായിട്ട് ഒരുവളേ ഉള്ളൂ, അവൾ ഒരുവൾ മാത്രം. അമ്മയ്ക്ക് അവൾ ഓമനയാണ്, ഉദരത്തിൽ വഹിച്ചവൾ അവഗിലയാണ്. കന്യകമാർ അവളെ കണ്ട് ഭാഗ്യവതി എന്ന് വിളിച്ചു, രാജ്ഞിമാരും ഉപനാരികളും അങ്ങനെ തന്നെ അവളെ പുകഴ്ത്തി. സ്വർഗം മുഴുവനും വാടിപ്പുകഴ്ത്തുന്ന ഒരു വ്യക്തിത്വമായി മാതാവ് മാറി. സ്വർഗം മുഴുവൻ അവളെ പാടിപ്പുകഴ്ത്തി, കന്യകമാരെല്ലാം അവളെ വാഴ്ത്തി. ജ്ഞാനത്തിന് 7:26 നിത്യ തേജസ്സിന്റെ പ്രതിഫലമാണ് അവൾ. ദൈവത്തിന്റെ പ്രവർത്തനയുടെ നിർമ്മല തർപ്പണം, അവിടുത്തെ നന്മയുടെ പ്രതിരൂപം. ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു വലിയ യാഥാർത്ഥ്യം. ജ്ഞാനം ഒരു വ്യക്തിയാണ്. ജ്ഞാനം നമ്മളൊരു സംജ്ഞ അല്ല, പിന്നെയോ ജ്ഞാനം ഒരു വ്യക്തിയാണ്. വചനം പറയുന്നു, ജ്ഞാനം 9:17 അങ്ങ് ജ്ഞാനത്തെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും ഉന്നതങ്ങൾ നൽകിയില്ലെങ്കിൽ അങ്ങയുടെ വിധം ആരറിയും. അവിടുന്ന് ഈ വചനത്തിൽ ഒന്ന് പരിശുദ്ധാത്മാവ്, അത് വ്യക്തിയാണ്, അത് വ്യക്തി മൂന്നാമത്തെ ആളാണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ജ്ഞാനത്തെയാണ്, അതും വ്യക്തിയാണ്, അതിൽ ഒന്നും ചേർത്ത് പറയുകയല്ല. അപ്പോൾ ജ്ഞാനത്തെയും പരിശുദ്ധാത്മാവിനെയും ഉന്നതി നൽകുന്നില്ലെങ്കിൽ ദൈവത്തിന് ഹിതം എങ്ങനെ ആരറിയും? അപ്പോൾ ഈ ജ്ഞാനം ഒരു വ്യക്തിയാണ്. ആ ജ്ഞാനത്തിന് 2 ഭാഗമുണ്ട്. ഒന്ന് ഒരു സംജ്ഞ, 2 ബുദ്ധി, അറിവ്. ജ്ഞാനത്തിൽ നിന്നാണ് വിസ്ഡം, അത് ഒരു സംജ്ഞ, ഒരു അവസ്ഥയാണ്. ജ്ഞാനം എന്ന് പറയുന്നത് വിവേകം ഒരു സംജ്ഞയാണ്, സ്നേഹം ഒരു സംജ്ഞയാണ്, അതിനകത്ത് നന്മ ഒരു സംജ്ഞയാണ്. പക്ഷേ ഇവിടെ ഈ ജ്ഞാനം എന്ന് പറയുന്നത് ഒരു തലത്തിൽ പറഞ്ഞാൽ അങ്ങനെയാണ്, മറുതലത്തിൽ പറഞ്ഞാൽ ഒരു വ്യക്തിയാണ്. പ്രൈസ്തലോ, മനസ്സിലായല്ലോ? അപ്പോൾ ഈ സൃഷ്ടി നടത്തുന്നത് ജ്ഞാനവും വചനവും കൂടിയാണ്. ജ്ഞാനം സൃഷ്ടി തന്നെ നടത്തുന്നതല്ല, കാരണം 2 വസ്തു കൂടാതെ ഒരു സൃഷ്ടി ഉണ്ടാവില്ല. ഫീമെയിൽ ആൻഡ് ഫീമെയിൽ, ഏത് വസ്തു ഉണ്ടാണെങ്കിൽ ഏതെങ്കിലും 2 ഘടകങ്ങൾ കൂടണം. 2 ഘടകം കൂടാതെ ഒരു സൃഷ്ടി ഉണ്ടാവില്ല. അപ്പോൾ 2 ഘടകമില്ലാതെ ഒരു സൃഷ്ടി നടന്നിട്ടില്ല ഇവിടെ. ഇവിടെ 2 ഘടകമുണ്ട് ഇവിടെ സൃഷ്ടി നടത്തുമ്പോൾ. ഒന്ന് വചനം, 2 ജ്ഞാനം. വചനത്തിന് ഗ്രീക്കിൽ പറയുന്ന വാക്ക് ലോഗോസ് എന്നാണ്. എന്താ പറയുന്നത്? ലോഗോസ്. അത് മാസ്കുലിൻ ജെൻഡറിലാണ്, എന്ന് പറഞ്ഞാൽ പുരുഷനാണ്, മാസ്കുലിൻ ജെൻഡറാണ്. ജ്ഞാനത്തിന് ഗ്രീക്കിൽ പറയുന്ന വാക്ക് എന്താണ്? സോഫിയ എന്നാണ്. സോഫിയ അത് ഫെമിനിൻ ജെൻഡറാണ്. അപ്പോൾ വചനവും ജ്ഞാനവും ചേർന്ന് ഒരു സൃഷ്ടി ഉണ്ടായി എന്ന് പറഞ്ഞാൽ there is a male and there is a female. മനസ്സിലായോ? അങ്ങനെയാണ് സൃഷ്ടി നടക്കുന്നത്. അപ്പോൾ 2 സംഗതി. അപ്പോൾ അങ്ങനെയാണ് വിധത്തിൽ യോഹന്നാൻ സുവിശേഷം 1 ആദ്യ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടെയായിരുന്നു, വചനം ദൈവത്തിലായിരുന്നു, അവൻ ആ ദൈവത്തോടെയായിരുന്നു, അതാണ്. അപ്പോൾ ഞാൻ 9:1-2 വായിക്കുക. ഞാൻ പറഞ്ഞു, വചനത്താൽ അവന് സൃഷ്ടിച്ചു, പക്ഷെ രൂപം നൽകിയത് ജ്ഞാനമാണ്.
വചനം കൊണ്ട് അവനെ സൃഷ്ടിച്ചു. പക്ഷേ ആ വസ്തുവിന് രൂപവും ഭാവവും ഘടനയും എല്ലാം നൽകിയത് ജ്ഞാനമാണ്. സൃഷ്ടികളുടെ ആധിപത്യം വഹിക്കാനും അപ്പോൾ സൃഷ്ടിമേൽ അവന് അതുകൊണ്ട് അവർക്ക് ആധിപത്യം വഹിക്കാനും സാധിച്ചു. അപ്പോൾ എഞ്ചിനീയർ പ്ലാൻ വരയ്ക്കുന്നു, മേസ്ത്രി പ്ലാൻ അനുസരിച്ച് പണിയുന്നു. നമുക്ക് അപ്പോൾ ശില്പിയാണ് അങ്ങനെ ചെയ്യാം. നമുക്ക് ഇതത്ര മതി. ഇനി മറിയം ജനിക്കുന്നതിനെ കുറിച്ചുള്ള കഥയാവേ. അപ്പോൾ നമുക്കറിയാം, ഒരു വചനത്തിൽ നമ്മൾ കാണുന്ന മറ്റൊരു വാക്ക്, ആ വചനമാണ് മാംസം ധരിച്ച് അവസാനം ആരായിത്തീരുന്നത്? ഈശോയായി മാറുന്നത്. വചനം മാംസം ധരിച്ചു. ആദ്യമുണ്ടായിരുന്ന ആ വചനം മാംസം ധരിച്ച് ഇതാ ഈശോയായി തീരുകയാണ്. ആദ്യ മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് അവൻ നിശ്വസിച്ചാണ് ജീവൻ നൽകിയത്. അവിടുന്ന് പിന്നീട് സ്ത്രീയെ സൃഷ്ടിക്കുകയാണ്. അതും എങ്ങനെയാണ്? അവളെ ആദത്തിൽ നിന്ന് അസ്ഥി എടുത്തിട്ട് മണ്ണുകൊണ്ട് അവളെ മെനഞ്ഞെടുത്തിട്ട് അവിടെ നാസാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിച്ച് അവൾക്ക് ജന്മം നൽകി. രണ്ടുപേരും എങ്ങനെയുണ്ടായത്? നിശ്വാസ വായുവിൽ നിന്ന്. രണ്ടുപേരും ജന്മം കൊണ്ടത് നിശ്വാസ വായുവിൽ നിന്നാണ്. ഇനി രണ്ടാമത്തെ ആദമായ ഈശോ എങ്ങനെയാണ് ജനിച്ചത്? രണ്ടാമത്തെ ആദമായ ഈശോ എങ്ങനെ ജനിച്ചത്? ലൂക്ക 1:35. രണ്ടാമത്തെ ആദമായ ഈശോ എങ്ങനെ ജനിച്ചത്? അതിൻ്റെ അകത്ത് പറയുന്നത് എങ്ങനെ ജനിച്ചേ? ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്മേൽ വരും, അതിന് ശക്തി നിന്മേൽ ആവസിക്കും, ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവത്തിൽ നിന്ന് വിളിക്കപ്പെടും. അപ്പോൾ പരിശുദ്ധാത്മാവ് വരികയാണ്, അത്യുന്നത ദൈവത്തിൻ്റെ ശക്തി. അപ്പോൾ അത്യുന്നത ദൈവത്തിൻ്റെ ശക്തിയും പരിശുദ്ധാത്മാവ് രണ്ട് പ്രവൃത്തിയുണ്ട്. രണ്ടും കൂടിയാണ് വന്ന് ആകയാൽ വിളിക്കപ്പെടും. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ ഹവ്വയായ മറിയം എങ്ങനെ ജനിക്കണം? അത് ഇതുവരെ ജനിക്കണം. കാരണം എന്തുകൊണ്ടാണ്? വചനം പറയുന്നു എല്ലാം ദ്വന്ദ്ങ്ങളാണ്. ഏഷ്യ 34:16 ഒന്നും ഒറ്റയ്ക്ക് നിൽക്കുന്നില്ല. കർത്താവിൻ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ച് വായിക്കുക, ഇവയിലൊന്നും കാണാതിരിക്കുകയില്ല, ഒന്നിനും ഇണയില്ലാതിരിക്കുകയില്ല. എന്നാൽ കർത്താവിന്റെ ദിനങ്ങൾ കൽപ്പിക്കുകയും അവിടുത്തെ ആത്മാവായി ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും. അപ്പോൾ കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ നോക്കിയാൽ എല്ലാത്തിനും ഇണവചനമുണ്ട്. ഒന്നായിട്ട് ഒറ്റയായി ഒന്നും നിൽക്കുന്നില്ല, എല്ലാത്തിനും ഇണയുണ്ട്. അതുകൊണ്ട് അത് നമ്മൾ വചനത്തിൽ അപ്പോൾ എല്ലാത്തിനും ഇണയുണ്ടാവും. ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ വഴിയില്ല, ഒരാൾ മാത്രം വരികയില്ല. പ്രഭാഷകൻ 42:24 എല്ലാ വസ്തുക്കളും ജോഡികളായി ദ്വന്ദ്ങ്ങളായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു, ഒന്നും അപൂർണമല്ല. എല്ലാം ജോഡികളാണ്, ദ്വന്ദ്ങ്ങളാണ്, ഒന്നും അപൂർണമല്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അപ്പോൾ നമ്മൾ ഇങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ഹവ്വായും അങ്ങനെ ജനിച്ചേ പറ്റുള്ളൂ. അത് ജനിക്കണം, എന്നാലേ പറ്റുള്ളൂ. കാരണം അവർ ഒരാളായിട്ട് നിൽക്കുകയില്ല. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 13-ാം തിരുവചനം. യോഹന്നാൻ 1:13. കണ്ണാടിയാണ് ഞാൻ മേടിച്ചു തരും. അവൻ ജനിച്ചത് രക്തത്തിൽ കണ്ണാടി നിങ്ങൾ തുടച്ചിട്ട് വായിക്കുക. രക്തത്തിൽ നിന്നും ആ കണ്ണാടി തുടച്ചിട്ട് വായിക്കാനേ.
ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലായില്ല. ശരിക്കും ഒന്നും നോക്കി നോക്കി അവിടെ നിന്നാണോ എന്ന്. അവർ ശരി, അതിന് നമ്മളിങ്ങനെ ധരിച്ചു വെച്ചിരിക്കുക. അവർ ജനിച്ചത് അവർ ജനിച്ചത് രക്തത്തിൽ നിന്നോ, അവർ ജനിച്ചത് ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷനെ നിന്നോ രക്തത്തിൽ നിന്നോ അല്ല. ദൈവത്തിൽ നിന്നോ. ഒരാളല്ല, ഒന്നിലധികം പേര്. അതിലൊരാൾ ഈശോയാണ്. ഈശോ ജനിച്ചത് രക്തത്തിൽ നിന്നോ പുരുഷനിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ അല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ അവരാകുമ്പോൾ ഒരാളുടെ വേണം. അത് മറിയമാണ്. അവൾ ജനിച്ചതും പുരുഷനെ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ രക്തത്തിൽ നിന്നോ അല്ല. ഞാനതിലേക്ക് വെള്ളം വീഴുക. ഇനി നിങ്ങൾ കാണിച്ചു വെച്ചാൽ ഇനി മറിയത്തിൻ്റെ ജനനത്തെക്കുറിച്ച് നമുക്ക് വേഗം പോകാൻ വേണ്ടി ചെന്നെത്തുക. ഇനി എനിക്ക് നടന്നുകൊണ്ട് പറയാം. പ്ലീസ്.